തിരച്ചിൽ നടക്കുമ്പോൾ ഇപ്പോൾ ഒരു മൃതദേഹം കിട്ടിയ വാർത്ത കൂടിയുണ്ട്. വെള്ളരിമല വില്ലേജിന് പിറകിൽ നിന്നൊരു മൃതദേഹം കൂടി കിട്ടിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ്. ആർ ശ്രീജിത്താണ് വിവരങ്ങളുമായി ഉള്ളത്. ശ്രീജിത്ത്, ഇപ്പോൾ രാവിലെ തന്നെ തിരച്ചിലിൽ ഒരു മൃതദേഹം കണ്ടെത്തി എന്നുള്ള വിവരമാണ്. വെള്ളരിമല വില്ലേജിന് പിറകിൽ അല്ലേ, ആ തിരച്ചിലിന്റെ വിവരങ്ങൾ എന്താണ്? സ്മൃതി, വെള്ളരിമല വില്ലേജിന് പിറകിൽ ഈറ്റക്കൂട്ടത്തിനിടയ്ക്ക് നിന്നാണ്, അതിൻ്റെ താഴെ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ ഒരു മൃതദേഹം കിട്ടിയിരിക്കുന്നത്. സ്ത്രീയുടേതോ പുരുഷനാണെന്ന് വ്യക്തമല്ല. എന്തായാലും ഇപ്പോൾ മൃതദേഹം റോഡിലെത്തി ജീപ്പിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിലാണ് സന്നദ്ധ പ്രവർത്തകർ. അവിടെ സൈന്യവും NDRFിൻ്റെ ഉദ്യോഗസ്ഥർ, ജീവനക്കാർ, ആളുകളും ഒപ്പം തന്നെ മറ്റ് സന്നദ്ധ പ്രവർത്തകർ നടത്തിയ തെരച്ചിലാണ് ആ ഈറ്റക്കൂട്ടത്തിന് താഴെ നിന്ന് ഒരു മൃതദേഹം കിട്ടിയത്. മൃതദേഹം ഇപ്പോൾ മേപ്പാടിയിലേക്ക് കൊണ്ടുപോകാൻ ആയി ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട്. ഈ സ്ത്രീയുടെ പുരുഷനാണെന്ന് വ്യക്തമല്ല. അതിപ്പോൾ അല്പസമയത്തിനകം സ്ഥിരീകരണം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും സാരമായ കൂടിയാണ് ഈ മൃതദേഹം ലഭിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ ചെളിക്കുണ്ടിനിടയ്ക്ക് നിന്ന് അവിടെ ഈറ്റക്കൂട്ടത്തിന് താഴെ ഇന്നലെയും അവിടെ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെടുത്തിരുന്നു. ഇന്ന് രാവിലെ മണ്ണിളക്കിയുള്ള പരിശോധനയിലാണ് അവിടെ ഈ മൃതദേഹം കിട്ടിയത്. എന്തായാലും രാവിലെ ഇന്ന് ഈ വെള്ളരിമല വില്ലേജിന് പിറകിൽ രാവിലെ വളരെ വ്യാപകമായി നടത്തുന്ന തരത്തിൽ ആദ്യമായിട്ടാണ് ഇന്നൊരു മൃതദേഹം കിട്ടുന്നത്. ഇന്നലെ 7 മൃതദേഹങ്ങളും മൃതദേഹ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് ലഭിച്ചിരുന്നു. രണ്ടാം ദിവസം ഉരുൾപൊട്ടലായ പുലർച്ചെ അന്ന് 27 മൃതദേഹങ്ങളും കിട്ടിയിരുന്നു. അത്തരത്തിൽ വ്യാപകമായിട്ട് ഇവിടെ മണ്ണും മരങ്ങളും ചെളിയും വന്ന് അടിഞ്ഞ സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ ലഭിക്കാൻ കാരണമെന്നാണ്. ഇവിടെ ഇപ്പോൾ നടന്ന തിരച്ചിൽ എങ്ങനെയായിരുന്നു ശ്രീജിത്ത്? ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ മരക്കൊമ്പുകൾ, മരക്കൂട്ടങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. അതിനിടയിൽ നിന്ന് അതിന് താഴെ നിന്ന് പൊക്കണമെങ്കിൽ സ്വാഭാവികമായി മണ്ണുമാന്തി യന്ത്രങ്ങൾ വേണ്ടിവരും. അതല്ലാതെയുള്ള തിരച്ചിലാണോ നടന്നിട്ടുള്ളത്? ഈറ്റക്കൂട്ടങ്ങൾ എന്ന് പറയുമ്പോൾ അപ്പോൾ എങ്ങനെയാണ് അവിടെ തിരച്ചിൽ നടന്നിരിക്കുന്നത്? ഇവിടെ സ്മൃതി, ഇപ്പം നമുക്ക് ദൃശ്യങ്ങൾ കാണാം. എനിക്ക് ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്നത് മരങ്ങളും ചെളിയും വന്ന് അടിഞ്ഞുകൂടിയിരിക്കുന്നു. നേരത്തെ ഒരു നീർച്ചാല് മാത്രം ഉണ്ടായിരുന്നിടത്തൊരു വലിയ ജലപ്രവാഹം രൂപപ്പെട്ടിരിക്കുന്നു. അവിടെ ഈ ഈറ്റ മുളംകൂട്ടങ്ങളുണ്ട്. ആ മുളംകൂട്ടത്തിന് താഴെ ചെളി, വലിയ തോതിൽ ചെളിയും മരങ്ങളും അടിഞ്ഞുകൂടി കിടക്കുന്നു. ആ മരങ്ങളും ചെളിയും ആളുകൾ കൈകൊണ്ട് പതുക്കെ നീക്കിയിരുന്നു. അവിടേക്ക് ഹിറ്റാച്ചിയും JCB ഇന്നലെ എത്തി പരിശോധിച്ചിരുന്നു. അതിനടുത്ത് ഹിറ്റാച്ചിയും JCBയും ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് കാണാം, ഇവിടെ ഈ വെള്ളരിമല വില്ലേജിന് പിറകിൽ വലിയ തോതിൽ ഈ ചെളിയും മരങ്ങളും അടിഞ്ഞുകൂടിയ സ്ഥലത്ത് ഏതാണ്ട് 7 or 8 JCBകളും ഹിറ്റാച്ചികളുമാണ് ഈ പ്രവർത്തിക്കുന്നത്. വലിയ തോതിലുള്ള തെരച്ചിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പുഴയ്ക്ക് അക്കരെയും നമുക്ക് കാണാം വലിയ തോതിൽ തെരച്ചിൽ നടക്കുന്നുണ്ട്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഒരു വാഹനം ഇവിടെ ഉള്ളത് മാറ്റാൻ നോക്കിയിട്ട് ഏതാണ്ട് 2 മണിക്കൂറിലേറെ പണിപ്പെട്ടിട്ടാണ് ഈ സൈന്യവും മറ്റ് സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് ആ വാഹനം മാറ്റിയത്. അവിടെ ഇപ്പോഴും വലിയ തോതിൽ സ്മെല്ലുണ്ട്. കാരണം നായ്ക്കളുടെ മൃതദേഹങ്ങൾ, ജഡങ്ങളുണ്ട്, പൂച്ച, കോഴി തുടങ്ങിയവയുടെ ജഡമൊക്കെ തന്നെ നമുക്ക് ഈ തെരച്ചിൽ കൂട്ടത്തിൽ കാണാം. അപ്പം തന്നെ വലിയ പാത്രങ്ങൾ, അലമാരകൾ, കിടക്കകൾ, ഗ്യാസ് സിലിണ്ടറുകൾ, വലിയ തോതിൽ ഇത്തരം സാധനങ്ങൾ വന്ന് അടിഞ്ഞുകൂടി കിടക്കുകയാണ്. അവിടെ ഒരു മരത്തിൻ്റെ ചുറ്റുമാണ് ഈ ചെളിയും കടപുഴകിയ മരങ്ങളും വന്ന് അടിഞ്ഞുകൂടിയിരിക്കുന്നത്, വാഹനങ്ങളും വന്ന് അടിച്ചു കയറിയിരിക്കുന്നത്. അവിടങ്ങളിൽ തെരച്ചിൽ നടത്തിയാൽ ഇനിയും ആ മൃതദേഹാവശിഷ്ടങ്ങളോ മൃതദേഹമോ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സൈന്യവും മറ്റും മുന്നോട്ട് പോകുന്നത്. ശരി ശ്രീജിത്ത്, ഇപ്പോൾ കൈകൊണ്ട് നടത്തിയ തെരച്ചിലാണ് ഇപ്പോൾ അവിടെ ഈറ്റക്കൂട്ടത്തിനിടയിൽ നിന്നും ഒരു മൃതദേഹം, അത് സ്ത്രീയുടേതാണോ പുരുഷൻ്റേതാണോ എന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. ഇപ്പോൾ 4ാമത്തെ ദിവസമായിരിക്കുന്നു. അഴുകിയ നിലയിലായിരിക്കണം മൃതദേഹം ഉള്ളത്. വെള്ളരിമല വില്ലേജിന് പിറകിൽ നിന്നാണ് ഇപ്പോൾ ഒരു മൃതദേഹം കിട്ടിയെന്ന വാർത്ത ശ്രീജിത്ത് നൽകുന്നപ്പോൾ നിലവിൽ മരണസംഖ്യ 308 അപ്പോൾ ഔദ്യോഗികമായി അറിയിപ്പ് ലഭിക്കാൻ അല്പം കൂടി വൈകുമായിരിക്കാം. മരണസംഖ്യ 309 എന്ന് വേണം പുതിയ കണക്കുകൾ പ്രകാരം മനസ്സിലാക്കാൻ. വലിയ രൂപത്തിൽ തിരച്ചിൽ, കുറച്ചുകൂടി ശാസ്ത്രീയമായ തിരച്ചിലുകളിലേക്ക് ഇന്ന് കടക്കുമ്പോഴാണ് ഒരു മൃതദേഹം വെള്ളരിമലയിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത്.